ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സത്യോപനിഷത്ത് 9. ബ്രഹ്മവിദ്യാ പരിശീലനം സ്ത്രീ പുരുഷ വ്യത്യാസം പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. ബ്രഹ്മവിദ്യയും ചിത്തശുദ്ധിയും ലിംഗവ്യത്യാസം പരിഗണിക്കുന്നില്ല. രോഗികൾക്കെല്ലാം രോഗശമനത്തിനുള്ള ഔഷധം കഴിക്കാൻ അർഹതയില്ലേ? ഭവരോഗമുള്ളവർക്കെല്ലാം തത് ശമനാർത്ഥം ബ്രഹ്മവിദ്യയാകുന്ന ഔഷധം സേവിക്കാം. ആ ദിവ്യ ഔഷധം വാങ്ങിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് ചിലർക്കത് വാങ്ങാൻ അവകാശമില്ലെന്ന് വാദിച്ചുകൂടാ. ചിലർ പറയുന്നു സ്ത്രീകൾ ബ്രഹ്മവിദ്യക്ക് അർഹരല്ലെന്ന്. കുട്ടി, ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും തുല്യാവകാശമുണ്ടെന്ന്. രണ്ടുപേരും ഒരേ രൂപത്തിലുള്ള പഥ്യം പാലിക്കണമെന്നേ ഉള്ളൂ. ബ്രഹ്മഭാവന അഥവാ ഏകത്വബോധം ആണ് മരുന്ന്. അതോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങളായ അകമ്പടിക്കാരും ഉണ്ടായിരിക്കണം. സ്ത്രീ അബലയാകയാൽ പുരുഷനെ പോലെ തന്നെ ഈ ചിട്ടകൾ പാലിക്കുന്നതിന് ശക്തയായെന്ന് വരില്ല. ഒരുപക്ഷെ സ്ത്രീകളുടെ ആ ക്ഷീണവശം പരിഗണിച്ചായിരിക്കാം അവരുടെ അവകാശത്തെ ചിലർ നിഷേധിക്കുന്നത്. എന്നാൽ സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാ ചട്ടങ്ങളും ശരിയായി അനുസരിക്കുന്നവർക്ക് ബ്രഹ്മവിദ്യ എന്ന ഔഷധം സേവിക്കാം. എന്റെ തീരുമാനം അതാണ്. അവർക്കത് നിഷേധിക്കുന്നതിന് യാതൊരു കാരണവുമില്ല. ഗീതാ മഹാത്മ്യം ഭൂദേവിക്ക് മഹാവിഷ്ണു ഉപദേശിച്ചു. ഗുരുഗീത വഴി പരമശിവൻ ബ്രഹ്മതത്വം പാർവതിക്ക് ഉപദേശിച്ചു. പാർവതി ഉവാച എന്ന് ഗുരുഗീതയിൽ പറയുന്നതിന്റെ താല്പര്യം മറ്റെന്താണ്? പാർവതിക്ക് യോഗശാസ്ത്രവും മന്ത്രശാസ്ത്രവും ഉപദേശിച്ചത് ഈശ്വരനാണ്. ഇതേ ബ്രഹ്മവിദ്യ തന്നെ യാജ്ഞവൽക്യൻ മൈത്രേയി ഉപദേശിച്ചതായി ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന വസ്തുതകളല്ലേ? സ്ത്രീകൾക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കൂ. വീട്ടമ്മയ്ക്ക് ബ്രഹ്മജ്ഞാന സമ്പാദനം സാധ്യമാണോ? എന്തുകൊണ്ട് വയ്യ? ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലാണ് മദാലസയ്ക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായത്. ഇതെല്ലാം നിങ്ങൾ യോഗവാസിഷ്ഠത്തിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും കേട്ടിരിക്കുമല്ലോ. കാർത്തേയനി, ചാർങ്കി, സുലഭ, വിശ്വവേദ മുതലായവർ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചവരെന്ന് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നില്ലേ? സ്വാമി, എല്ലാ അവതാരങ്ങളും ഭാരതത്തിൽ ജന്മം സ്വീകരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഭാരതം യാഗഭൂമിയാണ്, പുണ്യഭൂമിയാണ്, ത്യാഗഭൂമിയാണ്. ഇവിടെ ഋഷിമാരും ജ്ഞാനികളും ദാർശനികരും അർത്ഥികളും സാധകരും ഭക്തന്മാരും ഈശ്വര സാമീപ്യത്തിനായി പ്രാർത്ഥനയിൽ സദാ ഏർപ്പെടുന്നു. അപ്പോൾ അവിടെ മനുഷ്യരൂപം സ്വീകരിക്കുവാൻ വിഭു നിർബന്ധിതനാവുകയും ചെയ്യുന്നു. ഈ മഹത്തുക്കളുടെ തീവ്രമായ പ്രാർത്ഥനകൾക്ക് വഴങ്ങി കരുണ മൂലം അവിടുന്ന് അവതാരം സ്വീകരിക്കുന്നു, നമ്മുടെ മധ്യത്തിൽ ആഗതനാകുന്നു. അപ്പോൾ ഭക്തന്മാർ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. തീവണ്ടി ശ്രദ്ധിക്കൂ. അതിന്റെ എഞ്ചിൻ ഏറ്റവും മുന്നിലാണ്. പിന്നിൽ കമ്പാർട്ട്മെന്റുകൾ ധാരാളം ബന്ധിപ്പിച്ചിരിക്കുന്നു. എഞ്ചിൻ കമ്പാർട്ട്മെന്റുകളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ഡ്രൈവർ ഇരിക്കുക? സംശയിക്കേണ്ട, എഞ്ചിൻ റൂമിൽ തന്നെ. അയാൾ അവിടെ ഇരുന്ന് എല്ലാം നിയന്ത്രിക്കുന്നു. ഇതുപോലെ ലോകമാകുന്ന തീവണ്ടിയുടെ എഞ്ചിൻ മുറി ഭാരതമാണ്, കമ്പാർട്ട്മെന്റുകൾ മറ്റു രാജ്യങ്ങളും. ഈശ്വരനാണ് ഇവിടുത്തെ ഡ്രൈവർ. എഞ്ചിനിൽ നിന്ന് ചൂടും ഊർജവും ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ കാലാകാലങ്ങളിൽ ഭാരതത്തിൽ നടക്കുന്ന യജ്ഞയാഗാദികളിൽ നിന്നും ലോകത്തിനു വേണ്ട ഊർജം ലഭിക്കുന്നു. മഹാഭാരതത്തിൽ ധർമ്മജനെ പിന്തുടരുന്ന ഭീമാർജുനാദികളെ കാണാം. ഇവിടെ അർജുനൻ ബുദ്ധിശക്തിയെയും ഭീമൻ ശരീരശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഭാരതത്തിന് ധർമ്മജന്റെ പങ്കാണ് വഹിക്കാനുള്ളത്. അമേരിക്ക അർജുനനും റഷ്യ ഭീമനുമാണ്. ഭീമാർജുനാദികൾ ധർമ്മജനെ പിന്തുടരുന്നത് പോലെ അമേരിക്കയും റഷ്യയും ഭാരതത്തെ പിന്തുടരണം. ഭാരതം എന്ന പദത്തിന് 3 അക്ഷരമുണ്ട്. ഭ എന്നാൽ ഭാവം, രാ രാഗം, ത താളം. ഭാരതം എന്നാൽ ഈശ്വര മഹിമകൾ ഭാവരാഗ താളത്തോടെ കീർത്തിക്കുന്ന സ്ഥലം എന്നർത്ഥം. ഈ പുണ്യഭൂമിക്ക് മറ്റൊരു നാമവും ഉണ്ട്, ഹിന്ദുസ്ഥാൻ. അതിനർത്ഥം ഹിംസ ത്യജിച്ച ദേശം എന്നാണ്. ഹിംസ, ദുരാ, ത്യജിക്കുക. ഇക്കാരണങ്ങളാൽ ഈശ്വരൻ അവതരിക്കാനായി ഭാരതം തന്നെ തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഋഷികൾ തപശ്ചര്യകൾക്കായി വനം തിരഞ്ഞെടുത്തത്? തപശ്ചര്യകൾക്കായി വനം തിരഞ്ഞെടുത്തതിൽ വളരെ അർത്ഥമുണ്ട്. ഉദാഹരണം, നഗരത്തിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു. സ്വാഭാവികമായി അവിടെ സ്റ്റാളുകളിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള വസ്തുക്കൾ നിങ്ങളെ ആകർഷിക്കും. സംഗീതം, വസ്ത്രങ്ങൾ, ആഹാര സാധനങ്ങൾ തുടങ്ങിയവ കണ്ടു തുടങ്ങുന്നതോടെ ഇന്ദ്രിയങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയായി. വനത്തിലാകട്ടെ ഇന്ദ്രിയങ്ങളെ ഇതേ വിധം ഇളക്കുന്ന ആകർഷക വസ്തുക്കളില്ല. ശ്രദ്ധ വ്യതിചലിക്കപ്പെടുകയില്ല.
ഏകാന്തതയും ശാന്തിയും സമമായ മനോനില കൈവരുത്തുന്നു. ധ്യാനത്തിന് ഇത് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിന് വനം തികച്ചും അനുയോജ്യം. ഇക്കാരണം കൊണ്ട് ഋഷികളും പുണ്യാത്മാക്കളും എപ്പോഴും തപശ്ചര്യകൾക്കായി വനം തന്നെ താല്പര്യപ്പെടുന്നു. അതായത് ഫോറസ്റ്റ് എന്നാൽ ഫോർ റെസ്റ്റ്. ഓം തത്സത്ത്.